Common people are always puppets in the hands of rich people. Such a story is described here. The Big Fish by N.P. Hafiz Muhammad. This is a chapter included in Spectrum. This is the fourth sem common course text. Calcutta University fourth sem common course text ആണ് Spectrum. ഈ ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് The Big Fish by N.P. Hafiz Muhammad. And this story describes the globalization that offers new perspective to the third world underprivileged countries, but it destroys their traditional systems and ways of life. ഈ കഥയിലൂടെ വിവരിക്കുന്നത് ഗ്ലോബലൈസേഷന്റെ പ്രത്യാഘാതങ്ങളാണ്. 20ാം നൂറ്റാണ്ടിലെ സവിശേഷതകളാണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതേപോലെ ലിബറലൈസേഷൻ. ഈ പ്രക്രിയകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയകളിലൂടെ തേർഡ് വേൾഡ് കൺട്രീസ്, മൂന്നാം കിട രാജ്യങ്ങൾക്ക് അവരുടെ തനിമ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ അവരുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആൻഡ് ഇറ്റ് എക്സ്പ്ലോയിറ്റ്സ് the greed and despair of the people and make them non-existent beings in this global scenario. ഈ ഒരു ഗ്ലോബൽ സിനാരിയോയില്, ഈ ഒരു ഗ്ലോബലൈസേഷൻ ഈ കാലഘട്ടത്തില് നിലനിൽപ്പില്ലാത്ത ഒരു വർഗമാക്കി മാറ്റിയതാണ് പാവപ്പെട്ട ജനങ്ങളെ. അവരുടെ ആഗ്രഹവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു നിരാശ, ഇതുവരെ അവർക്ക് ഒന്നും സമ്പാദിക്കാൻ സാധിക്കാത്ത ആ നിരാശയൊക്കെ ചൂഷണം ചെയ്തിട്ട് അവർക്ക് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുകയാണ് ഈ ഗ്ലോബലൈസേഷൻ ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദ തീം ഓഫ് ദിസ് സ്റ്റോറി. ഹിയർ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് സ്റ്റോറി ഈസ് അലസാൻ കുട്ടി. അദ്ദേഹത്തിന്റെ പേര് അലസാൻ കുട്ടി എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അലസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ജസ്റ്റ് സിറ്റ് നിയർ ദ പോണ്ട് ആൻഡ് ടോക്ക് ടു ദ സ്മോൾ ഫിഷ് ഇൻ ദ പോണ്ട്. അദ്ദേഹത്തിന്റെ വീടിനടുത്തൊരു കുളമുണ്ട്. ആ കുളത്തില് ചെറിയ ചെറിയ മീനുകളുണ്ട്. ആ മീനിന്റെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞ് ഇരിക്കലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ജോലി. വേറെ പണിയൊന്നുമില്ല. അപ്പോ പേര് പോലെ തന്നെ അലസൻ കുട്ടിയാണ്. അലസൻ കുട്ടി അദ്ദേഹം ഹി ഈസ് ഹാവിങ് 41 years ഓഫ് ഏജ്. 41 വയസ്സ് പ്രായമുള്ള അലസൻ കുട്ടി. ആൻഡ് ഹിസ് വൈഫ് ഈസ് മറിയം. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം. ആൻഡ് അദ്ദേഹത്തിന് പെൺകുട്ടികള് 2 പെൺകുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മകനുമുണ്ട്. We have already said that his main work is to chat with the fish in the pond. And there come a gentleman in white shirt and blue pants and began to talk in Monglish accent. അങ്ങനെ ഒരു ദിവസം അലസൻ കുട്ടി ഈ കുളത്തിന്റെ അടുത്തിരുന്ന് വർത്താനം പറയണം മീനുമായിട്ട് സംസാരിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു ജെന്റിൽമാൻ, ഒരു മാന്യദേഹം അവിടേക്ക് വന്നു. And he is in white shirt and blue pants and began to talk in Monglish accent. ഒരു മംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. മംഗ്ലീഷ് ആക്സെന്റ് ആണ്. അങ്ങനെ മംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? He has a briefcase in his left hand and a hat with stars in his right hand. അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിൽ ഒരു ബ്രീഫ് കേസും വലത്തെ കയ്യില് സ്റ്റാർസ് പതിച്ച ഒരു തൊപ്പിയുമുണ്ട്. ആൻഡ് ഹി ബിഗാൻ ടു അഡ്വൈസ് അലസാൻ കുട്ടി. വന്ന ഉടനെ തന്നെ അലസാൻ കുട്ടിയെ ഉപദേശിക്കാൻ തുടങ്ങി. ഡു യു ഇന്റൻഡ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ചാറ്റിംഗ് വിത്ത് ദീസ് ഫിഷ് ഇൻ ദ പോണ്ട്? ചോദിച്ചു. എന്താണ്? ഡു യു intend to spend the rest of your life? ഇപ്പം തന്നെ 41 വയസ്സായി അല്ലേ? ഏകദേശം മിഡിൽ ഏജിലാണുള്ളത്. ഈ ബാക്കിയുള്ള കാലഘട്ടം ഇങ്ങനെ മീനുമായിട്ട് സല്ലപിച്ചിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ആൻഡ് ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എനർജി? നിങ്ങൾ നിങ്ങളുടെ സമയവും എനർജി, ഊർജവും ഒക്കെ പാഴാക്കല്ലേ ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ മീനോട് വർത്താനം പറഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ സമയം പോകുന്നു, അതോടൊപ്പം തന്നെ ആരോഗ്യം പോകുന്നു. ആൻഡ് വാട്ട് ഡു യു ഗെറ്റ് ഫ്രം ഇറ്റ്? നിങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്താ കിട്ടുക? ഈ മീനിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് സലപിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ആൻഡ് ഹി കണ്ടിന്യൂ ദാറ്റ് പീപ്പിൾ ആർ ലീഡിങ് എ ക്രൂഡ് ആൻഡ് അൺസിവിലൈസ്ഡ് വേ ഓഫ് ലൈഫ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. വേറെ ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിൽ. അൺസിവിലൈസ്ഡ് മീൻസ് അൺകൾച്ചേർഡ്.
അൺകൾച്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. ആൻഡ് ദേ തിങ്ക് ദാറ്റ് ദേ ആർ ഇൻ സ്റ്റോണേജ്. അവരുടെ വിചാരം, അവരിപ്പോഴും വിചാരിക്കുന്നവർ സ്റ്റോണേജിലാണ്, ശിലായുഗത്തിൽ ജീവിക്കുന്ന പ്രാകൃത മനുഷ്യരെ പോലെയാണ് ഇപ്പോഴും എന്നാണ് അവരുടെ വിചാരം. കാലം മാറിയത് അറിയുന്നില്ല. ഇപ്പൊ 20th സെഞ്ചുറി ആയി. അപ്പൊ ഈ 21st സെഞ്ചുറി ഒക്കെ ആയ സമയത്ത് പോലും കാലം മാറിയത് അറിയാതെ സ്റ്റോണേജിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇപ്പോഴത്തെ ജനങ്ങള്. അങ്ങനെ അദ്ദേഹത്തിന്റെ സംഭാഷണം തുടർന്നു. And he saw Alasankutti's wife Mariam peeping from behind the doors and raised his voice. അങ്ങനെ അലസാൻകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറിയത്തെ കണ്ടത്. അലസാൻകുട്ടിയുടെ ഭാര്യയാണ് മറിയം. മറിയം വാതിലിന്റെ ഇടയിലൂടെയാണ് ഈ കാര്യങ്ങൾ, ആരാണ് വന്നത്, എന്താ പറയുന്നതെന്നൊക്കെ വാതിലിന്റെ ഇടയിലൂടെ നോക്കാണ്. പണ്ടത്തെ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് മുൻവശത്തേക്ക് വരാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ആ ജനലിന്റെ ഇടയിൽ അല്ലെങ്കിൽ വാതിലിന്റെ ഇടയിലൂടെ നിന്ന് ഒളിച്ചു നോക്കി ആരാണ് വന്നത്, എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കുക. ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി മറിയവും ഇവിടെ കാണിച്ചു. And don't you need the comforts of good life, and are you waiting for the pleasures of life after death? അപ്പൊ മറിയം അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അദ്ദേഹത്തോട്. തന്റെ ശബ്ദം ഒന്ന് ഉറക്കെയാക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ഡോണ്ട് യു നീഡ് ദ കംഫർട്ട്സ് ഓഫ് ഗുഡ് ലൈഫ്? ഒരു നല്ല ജീവിതത്തിന്റെ സുഖമൊക്കെ വേണ്ടേ? ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ? ഒരു നല്ല ജീവിതം ആസ്വദിച്ച് ജീവിക്കണ്ടേ, സുഖിക്കണ്ടേ? ആൻഡ് യു വേസ്റ്റിംഗ് ഓർ ആർ യു വെയിറ്റിംഗ് ഫോർ ദ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഈ ജീവിതം കളഞ്ഞിട്ട് പരലോകത്ത് പോയിട്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചാണോ ഇരിക്കുന്നത്? എന്താ നിങ്ങളുടെ വിചാരം? ചോദിച്ചു. He advised Alasankutti that if he should be wiser and be ready to do some work, he can fill the pond with big plum fish that make him richer. അദ്ദേഹം പറഞ്ഞു, അലസൻകുട്ടിയോട് പറഞ്ഞു, നിങ്ങള് കുറച്ചും കൂടി ബുദ്ധി കാണിക്കണം. ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ പറയുന്ന, മരണാനന്തര ജീവിതം എന്നൊക്കെ പറയുന്ന ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കാതെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകണം. ആൻഡ് ബി റെഡി ടു ഡു സം വർക്ക്. എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്യണം. വെറുതെ ഇങ്ങനെ രാവിലെ മുതല് കുളത്തിന്റെ കരയിൽ പോയി മീനിനോട് വർത്താനം പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു സം വർക്ക് ആൻഡ് യു ഷുഡ് ബി വൈസർ. അങ്ങനെയാണ് എങ്കിൽ യു ക്യാൻ ഫിൽ ദ പോണ്ട് വിത്ത് ബിഗ് പ്ലം ഫിഷ് ദാറ്റ് മേക്ക് യു റിച്ചർ. നിങ്ങൾക്ക് ഈ കുളം നിറയെ വലിയ മീനിനെ ഇടാം, വലിയ മീന് വളർന്നു വരും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നല്ല പണക്കാരനായി മാറും. അതുകൊണ്ട് കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക, അതേപോലെ കുറച്ച് ജോലിയും ചെയ്യുക. ബട്ട് അലസാൻകുട്ടി വാസ് ഷോക്ക്ഡ്. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ട ഉടനെ അലസാൻകുട്ടി ഞെട്ടിപ്പോയി. കാരണം എന്താണ്? He believed that growing fish in the pond and selling it will bring the curse of ancestors. നമ്മളുടെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫാണ്, വിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്. എന്താണ്? ഗ്രോയിങ് ഫിഷ് ഇൻ ദ പോണ്ട് ആൻഡ് സെല്ലിംഗ് ഇറ്റ് വിൽ ബ്രിങ് ദ കേഴ്സ് ഓഫ് ആൻസിസ്റ്റേഴ്സ്. കുളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ യൂസേജ്. ആ വെള്ളം എന്ന് പറയുന്നത് ഫോർ ഡ്രിങ്കിങ് ഫെസിലിറ്റീസ്, ആ കുടിവെള്ളം അല്ലെങ്കിൽ മറ്റുപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അങ്ങനെ ശുദ്ധമായ വെള്ളമാണ്, മീനിനെ വളർത്താനുള്ള വെള്ളമല്ല. അത് മാത്രമല്ല, കുളത്തിൽ മീനിനെ വളർത്തി അത് വിൽക്കുക എന്ന് പറയുന്നത് ഒരു പാപമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ പല പാപങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്റ്റോണേജിലുള്ള ആളാണ് ഇപ്പോഴും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് വിസിറ്റർ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ആ ഒരു അന്ധവിശ്വാസത്തിന്റെ ആ ഒരു കെട്ടുപാടുകൾ ഇപ്പോഴും കാണാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കുളത്തിൽ മീനിനെ വളർത്തി അതിനെ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബ്രിങ് ദ കേഴ്സ് ഓഫ് ആൻസിസ്റ്റേഴ്സ്. ആൻസിസ്റ്റേഴ്സ് മീൻസ് പൂർവികന്മാര്. തങ്ങളുടെ പിതാമഹന്മാരുടെ ശാപം ഉണ്ടാകും. And the visitor tried to tempt him by saying of the comforts of life and the good life of his children. ഉടനെ തന്നെ നമ്മുടെ വിസിറ്റർ പറഞ്ഞു, എന്താണ് ഇത്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇത് ശാപോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഹി ട്രൈഡ് ടു ടെംപ്റ്റ് ഹിം. ടെംപ്റ്റ് മീൻസ് ഇൻസ്പയർ. അലസാൻകുട്ടിയെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? ബൈ സേയിങ് ദാറ്റ് ദ കംഫർട്ട്സ് ഓഫ് ലൈഫ് ഈസ് അൺലിമിറ്റഡ്. ഈ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്
നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിലാണുള്ളത്, അത് ആസ്വദിക്കാനുള്ളതാണ്. ആൻഡ് ഗുഡ് ലൈഫ് ഓഫ് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കും. മക്കളുടെ ജീവിതമൊക്കെ ഇപ്പോ പാപ്പ പണിക്ക് പോവാതെ ഇങ്ങനെ മീനിനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് മക്കളുടെ ജീവിതം എല്ലാം കട്ടപ്പൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ മക്കളുടെ ജീവിതവും ഹാപ്പിയാവും. ഹൽസൻകുട്ടി ഈസ് ഇൻ 41 years of age and the visitor asked him what he has earned during these 41 years. ചോദിച്ചു. ഹൽസൻകുട്ടിക്ക് ഇപ്പോൾ 41 വയസ്സാണ്. ഈ 41 വയസ്സിനുള്ളിൽ എന്താണ് നേടിയത്, എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നത്തിങ് ഈസ് ദെയർ ടു ലൂസ് ആൻഡ് സോ, ഇതുവരെ ഒന്നും നേടിയിട്ടില്ല, അതുകൊണ്ട് എന്താണ് നത്തിങ് ഈസ് ദെയർ ടു ലൂസ്, ഒന്നും നഷ്ടപ്പെടാനില്ല. ഇൻസ്റ്റഡ് ഗുഡ് ഫോർച്യൂൺ ഈസ് awaiting him, മറിച്ച് ഒരു നല്ല ഭാവി അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആൻഡ് ദ വിസിറ്റർ ടെംപ്റ്റഡ് ഹിം ദാറ്റ് ദ പോണ്ട് ഈസ് ടു ബി ക്ലീൻഡ് ആൻഡ് യൂസിങ് സയന്റിഫിക് വേ put the fish after a week. വിസിറ്റർ പറഞ്ഞു, നിങ്ങൾ വേറെ കാര്യമായിട്ടുള്ളതൊന്നും ചെയ്യണ്ട, ഈ കുളം ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിനു ശേഷം സയന്റിഫിക് വേ ഉപയോഗിക്കുക, അതായത് ശാസ്ത്രീയമായ രീതി ഉപയോഗിച്ച് അത് വൃത്തിയാക്കി അതിനുശേഷം ആഫ്റ്റർ എ വീക്ക് യു ഹാവ് ടു പുട്ട് ദ ഫിഷ്. ഒരാഴ്ച ആ കുളം വൃത്തിയാക്കി അങ്ങനെ സെറ്റാക്കി വെക്കുക. ഒരാഴ്ചക്ക് ശേഷം കുറച്ച് മീനെ അതിലിടുക. ആ മീന് ഒരു 6 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ പാകത്തെയാവുന്നത്, അതായത് അതിന്റെ ആ ഒരു പൂർണ്ണ വളർച്ചയിലെത്തും. ആൻഡ് നത്തിങ് ഈസ് നീഡഡ് ടു ഫീഡ് ദം, അതിന് പ്രത്യേകിച്ച് തിന്നാനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നത്തിങ് ഈസ് നീഡഡ് ടു ഫീഡ് ഹിം. ഇറ്റ് വിൽ ബി ലൈക്ക് അലാവുദ്ദീൻസ് ലാമ്പ്, അറബിക്കഥയിലെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ ആയിരിക്കും ഇത്. കാരണം കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും മീന് വളർച്ചയെത്തും. ആ വളർച്ചയെത്തുന്ന മീനിനെ വിറ്റ് നല്ല പണക്കാരനാകാം. Then the visitor showed a list of people growing fish. ഇത്രയൊക്കെ അദ്ദേഹത്തെ ടെംപ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം വിസിറ്റർ ഒരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ഗ്രോയിങ് ഫിഷ് ഇൻ ദ വില്ലേജ്, ആ വില്ലേജില് മീൻ വളർത്തുന്ന കുറച്ച് ആളുകളുടെ പേര്. അബ്രഹാം എന്ന് പറയുന്നത് ഹി ഈസ് എ റെവല്യൂഷണറി, പണ്ടത്തെ വിപ്ലവകാരിയാണ്. അതേപോലെ തന്നെ മേലെപ്പാടത്ത് മാധവൻ നായർ, അതേപോലെ തന്നെ വലിയ പറമ്പത്ത് അബ്ദുള്ളക്കുട്ടി ഹാജി, അതേപോലെ തന്നെ ഈയക്കണ്ടകത്ത് ഉണ്ണീരിക്കുട്ടി എക്സെട്ര. ഇവരൊക്കെയാണ് ആ വില്ലേജിലെ, ആ ഗ്രാമത്തില് മീൻ വളർത്തുന്ന ആളുകൾ. ആൻഡ് ഹി ഓൾസോ അഷ്യൂർഡ് ഹൽസൻകുട്ടി ദാറ്റ് ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ദ ചോയ്സ് ഈസ് യുവേഴ്സ് ആൻഡ് ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. ഹൽസൻകുട്ടിയുടെ അവസാനം പറഞ്ഞു, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു നല്ല അവസരമാണ്. ആൻഡ് ദ ചോയ്സ് ഈസ് യുവേഴ്സ്, തീരുമാനം നിങ്ങളുടേതാണ്. ആൻഡ് ദ സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശത്തോളം ഒരു പരിധിയില്ല, സ്വപ്നങ്ങൾക്ക് പരിധിയില്ല. എത്രത്തോളം നിങ്ങൾ സമ്പന്നനാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശത്തോളം സ്വപ്നം കണ്ടോളൂ, അത്രത്തോളം നിങ്ങൾ പണക്കാരനാകും എന്നൊക്കെ പറഞ്ഞ് ഹൽസൻകുട്ടിയെ ഇങ്ങനെ കയറ്റിക്കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ എന്താണ് ആ ഒരു ഇൻസ്പിറേഷൻ തുടങ്ങി. Then Mariam now commented that the visitor is an angel sent by God to work miracles for them. പെട്ടെന്ന് മറിയം പറഞ്ഞു, അദ്ദേഹം വിസിറ്റർ പോയി കഴിഞ്ഞ ഉടനെ മറിയം പറഞ്ഞു, ആരാണ് ഇയാള്? ഹി ഈസ് an angel. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. ഉടനെ തന്നെ പറഞ്ഞു, ഹി ഈസ് an angel sent by God. ആരാണ് അയച്ചത്? ദൈവമാണ് അയച്ചത്. ടു വർക്ക് മിറാക്കിൾസ് ഫോർ ദം, അവർക്ക് വേണ്ടിയിട്ട് ഇത്ര നാളും കഷ്ടപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ. മിറാക്കിൾ മീൻസ് അത്ഭുതങ്ങൾ, വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം അയച്ച ഒരു മാലാഖിയാണ് ഈ വിസിറ്റർ എന്ന് പറഞ്ഞു. ആൻഡ് മറിയം റിവീൽഡ് ദാറ്റ് ഡ്യൂറിങ് ദീസ് 33 years of her life she never heard such words. പറഞ്ഞു, ദൈവം അയച്ച ഏഞ്ചലാണ്, അതോടൊപ്പം തന്നെ 33 വർഷമായി ജീവിക്കുന്നു, പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അതുകൊണ്ട് he is really an angel from God. Then God never forgive us if we neglect this opportunity. ഒന്നും കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൈവം ഒരിക്കലും പൊറുക്കില്ല നമ്മൾ ഇങ്ങനെ ഒരു അവസരമോ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, സുവർണ അവസരമാണ്, ഇത് നഷ്ടപ്പെടുത്തിയാൽ ദൈവം പോലും പൊറുക്കില്ല. ആൻഡ് ഹൽസൻകുട്ടി നീഡ് എ ഡിസ്കഷൻ വിത്ത് ഹിസ് ബാപ്പ. ഹൽസൻകുട്ടി ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് സോ ഹി നീഡ് എ ഡിസ്കഷൻ വിത്ത് ഹിസ് ബാപ്പ. ആൻഡ് മറിയം എക്സ്പ്ലെയിൻഡ് എവറിഥിങ് ടു ബാപ്പ.
അങ്ങനെ അവര് പാപ്പയുടെ അടുത്തെത്തി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഷീ ഹാസ് ദ മണി ഫ്രം HET ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ register for the activity, clean up the pond and buy the fish. അലസൻകുട്ടി ബാപ്പയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴും മറിയമാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആദ്യമായിട്ട് പറഞ്ഞു, ബാപ്പ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. കാരണം ഇതിനുള്ള ചെലവ് ചിട്ടി പിടിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ചിട്ടി പിടിച്ച് എൻ്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു രജിസ്റ്റർ ഫോർ ഫിഷ് ഫാമിംഗ്. അതിന് രജിസ്ട്രേഷൻ വേണം. അതിനുശേഷം ക്ലീൻ അപ്പ് ദ പോണ്ട് ആൻഡ് ദെൻ ബൈ ദ ഫിഷ് ആഫ്റ്റർ എ വീക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം മീനെ വാങ്ങണം. അപ്പൊ ഇത്രയും പരിപാടിയാണ്. അതിന് വേണ്ട പൈസ എൻ്റെ അടുത്തുണ്ട്, ചിട്ടി പിടിച്ച് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് വാട്ട് വി നീഡ് ഈസ് യുവർ ബ്ലെസ്സിങ്സ്. താങ്കളുടെ അനുഗ്രഹം മാത്രമാണ് വേണ്ടത്. ആൻഡ് ബാപ്പ വാസ് എ മാൻ കോൺഷ്യസ് ഓഫ് ദ വെർച്യൂസ് ഓഫ് ട്രഡീഷൻ ആൻഡ് എക്സ്പ്രസ്ഡ് ഹിസ് ഡൗട്ട്സ് അബൌട്ട് ഫിഷ് ഫാമിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അന്ധവിശ്വാസം ഉള്ള ഒരു തലമുറ. ബാപ്പയും അതേപോലെ തന്നെ ആ ഒരു വിശ്വാസത്തിലാണ്, പരമ്പരാഗതമായ വിശ്വാസം. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഡൗട്ട്സ്, സംശയങ്ങൾ ഇങ്ങനെ ആരാഞ്ഞു. ആ സമയത്ത് അലസാൻകുട്ടി ഗേവ് ദ ലിസ്റ്റ് ഓഫ് ദ ഫിഷ് ഫാമേഴ്സ് ഇൻ ദ വില്ലേജ്. ആ വില്ലേജില് ഫിഷ് ഫാമിംഗ് നടത്തുന്ന ആളുകളുടെ ലിസ്റ്റ് കൊടുത്തു. നേരത്തെ നമ്മുടെ വിസിറ്റർ പറഞ്ഞു കൊടുത്ത അതേ ലിസ്റ്റ് ഇവിടെ അലസാൻകുട്ടി തന്നെ ബാപ്പയോട് പറഞ്ഞു കൊടുത്തു. ആൻഡ് മറിയൻ അൺറാവൽഡ് ദ സ്റ്റോറി ഓഫ് ദ ഫാമിലി. ഈ സമയത്ത് ബാപ്പയുടെ സംശയങ്ങൾ തീരുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും മറിയം വീണ്ടും ഇടപെട്ടു. ആൻഡ് ഷീ began to unravel. Unravel means began to reveal the story of the family. കുടുംബത്തിന്റെ കഥ പറയാൻ തുടങ്ങി. Their daughters are growing up and to find out good boys as their husbands is their duty. തങ്ങളുടെ പെൺകുട്ടികൾ വളർന്നു വരികയാണ്. അവർക്ക് നല്ല ഭർത്താക്കന്മാരെ കണ്ടെത്തണം, അതൊരു ജോലിയാണ്. ആൻഡ് they also need a big amount next year as their son is in college. അടുത്ത വർഷം മകൻ കോളേജിൽ ചേരുകയാണ്, അതിന് ഒരു പൈസ വേണം. സോ they are living now by selling coconuts from the land. ഇപ്പൊ അവർ ജീവിക്കുന്നത് by selling coconuts from the land. ആ ഭൂമിയിലുള്ള നാളികേരം വിറ്റിട്ടാണ്, തേങ്ങ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. സോ ഷീ സെഡ് ദാറ്റ് ഷീ ഈസ് സഫറിങ് എവറിത്തിങ് ഇൻ സൈലൻസ്. എല്ലാം നിശബ്ദമായിട്ട് സഹിച്ച് കാടിച്ച് പിടിച്ച് ഞാൻ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു കരച്ചിലും പിടിച്ചിലും തുടങ്ങി മറിയാം. ആൻഡ് ബാപ്പ ന്യൂ ഹർ. ബാപ്പയ്ക്ക് അവളുടെ സങ്കടം മനസ്സിലായി. ആൻഡ് അലസൻകുട്ടി ഫെയിൽഡ് SSLC, 10ാം ക്ലാസ് പൊട്ടിയ ആളാണ്. ആൻഡ് ഹി ഈസ് നോട്ട് റെഡി ടു ഗോ എബ്രോഡ്. പഠിക്കാൻ പോവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, അലസൻകുട്ടി പേര് പോലെ തന്നെ അലസൻ തന്നെയാണ്. ആൻഡ് ഹി ഈസ് നോട്ട് റെഡി ടു ഗോ എബ്രോഡ്. ആൻഡ് ഹിസ് യങ്ങർ ബ്രദേഴ്സ് ആർ ഇൻ ഗൾഫ്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരന്മാര് ഗൾഫിലാണ്. ആൻഡ് ഹീസ് ഡൂയിങ് നത്തിങ്, ജസ്റ്റ് വേസ്റ്റിംഗ് ടൈം ആൻഡ് എനർജി. പക്ഷെ അലസാൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഹീസ് ജസ്റ്റ് വേസ്റ്റിംഗ് ഹിസ് ടൈം ആൻഡ് എനർജി ബൈ സിറ്റിംഗ് നിയർ ദ പോണ്ട് ആൻഡ് ടോക്കിംഗ് ടു ദ സ്മോൾ ഫിഷ് ഇൻ ദ പോണ്ട്. അതാണ് അയാളുടെ മെയിൻ ജോലി. ആൻഡ് ഹിസ് ബ്രദേഴ്സ് സെൻഡ് മണി ഈച്ച് മന്ത്, ദെൻ ബിൽറ്റ് ഹൗസസ് ഓഫ് ദെയർ ഓൺ, gave good education to their children by sending them to English medium schools, etc. അദ്ദേഹത്തിന്റെ അനിയന്മാര് നമ്മൾ പറഞ്ഞു ഗൾഫിലാണ്. അവര് മാസം മാസം പൈസ വീട്ടിലേക്ക് അയക്കും. അതോടൊപ്പം തന്നെ വീട് വെച്ചു സ്വന്തമായിട്ട്. മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി ഗോട്ട് കൺസെന്റ് ഫ്രം ബാപ്പ. അങ്ങനെ ഈ കഥകളൊക്കെ ബാപ്പയ്ക്ക് അറിയാം. കാരണം ഒരു പണിക്കും പോവാത്ത അലസാൻകുട്ടിയുടെ കൂടെയുള്ള ജീവിതവും മറിയം പറയാതെ തന്നെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അവസാനം ബാപ്പ സമ്മതം കൊടുത്തു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഹി മെറ്റ് ദ മാൻ ആൻഡ് ഗോട്ട് രജിസ്ട്രേഷൻ കാർഡ്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ആ വിസിറ്ററെ പോയി കണ്ടു. ആ വിസിറ്ററെ പോയി കണ്ട് രജിസ്ട്രേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത് ഫിഷ് ഫാമിങ്ങിനുള്ള രജിസ്ട്രേഷൻ നടത്തിയതിന്റെ കാർഡുമായി തിരികെ വന്നു. And the next morning 6 members cleaned the pond and sprayed disinfectant. തൊട്ട് പിറ്റേ ദിവസം തന്നെ 6 പേര് അവിടെ എത്തി. 6 പേര്, ഹാഫ് എ ഡസൻ എന്നാണ് പറയുന്നത്, 6 പേര് അവിടെ എത്തി.
ആ പോണ്ട് ക്ലീൻ ചെയ്തു, ആ കുളം വൃത്തിയാക്കി, അതോടൊപ്പം തന്നെ കീടനാശിനി തളിച്ചു, ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കി, ആ കുളം വൃത്തിയാക്കി വെച്ചു. The next week they came again with the plump pink fish and dropped them in the pond. ഒരാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും വന്നു. വന്ന ആ സമയത്ത് അവർ കുറച്ച് മീനുകളുമായിട്ട്, വലിയ മീനുകളുമായിട്ടാണ് വന്നത്. ആ മീനുകളെ ഈ കുളത്തിൽ നിക്ഷേപിച്ചു. And they gave instructions and went away. അലസാൻകുട്ടിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു. And they went away. അവർ പോയി. And അലസാൻകുട്ടി gave rice flour to the fish. നേരത്തെ തന്നെ പറഞ്ഞു വലിയ ചെലവൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. And അലസാൻകുട്ടി gave rice flours, അരിപ്പൊടി കൊടുത്തു, to the fish. And Alasan the next day asked the small fish that, do you like your new friends? ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു his main hobby is to sit near the pond and talk to the small fish in the pond. ആ കുളത്തിലുള്ള ചെറിയ മീനുകളുമായിട്ട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അലസാൻകുട്ടി കുളത്തിനരികിലെത്തി. ആൻഡ് ആസ്ക്ഡ് ദ സ്മോൾ ഫിഷ്, ചെറിയ മീനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഡു യു ലൈക്ക് യുവർ ന്യൂ ഫ്രണ്ട്സ്? നിന്റെ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ബട്ട് ഐ ലൈക്ക് യു ബെറ്റർ ദാൻ യുവർ ഫ്രണ്ട്സ്. പക്ഷെ എനിക്കിഷ്ടം നിങ്ങളെയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കാളും എനിക്കിഷ്ടം കുഞ്ഞു മീനുകളെയാണ് എന്ന് പറഞ്ഞു. And Alison said to Mariam that the little fish in the pond seems a little worried. അലസൻ മറിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ മീനുകള്, അതായത് നമ്മുടെ കുളത്തിലെ കുഞ്ഞു മീനുകൾക്ക് എന്തോ ഒരു സങ്കടം, ഭയങ്കര വിഷമമുള്ളതുപോലെ. And she replied that all their troubles will be over within 4 months. പക്ഷെ മറിയം പറഞ്ഞത് എന്താണ്? നമ്മളുടെ എല്ലാ വിഷമങ്ങളും, കുഞ്ഞു മീനിന്റെ വിഷമം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് മറിയം പറഞ്ഞു, നമ്മളുടെ എല്ലാ വിഷമങ്ങളും 4 മാസം കൊണ്ട് തീരും. എന്താണ്? They will get orders from customers to buy them directly from the pond. എന്ത് ചെയ്യാൻ പറ്റും? ഈ മീന് 4 മാസം കൊണ്ട് വലുതാകുമ്പോൾ തന്നെ they will get orders from customers. കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ കിട്ടും. എന്താണ്? to buy them directly from the pond. കുളത്തിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അന്നേരം പൈസ കിട്ടുന്ന രീതിയിലേക്ക് അവർക്ക് വരുമാനം വരും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് ഗോഡ്സ് ഗിഫ്റ്റ്. ഇതെന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ആൻഡ് വൺ സ്ലീപ്ലെസ് നൈറ്റ് അലസാൻകുട്ടി ഗോസ് നിയർ ദ പോണ്ട്. അങ്ങനെ ഒരുപാട് ചിന്തകൾ. അലസാൻകുട്ടിയുടെ വിചാരം, അലസാൻകുട്ടി എപ്പോഴും ചിന്തിക്കുന്നത് ഈ ചെറിയ മീനുകൾക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ ഉണ്ടെന്നാണ്. അപ്പൊ ആ ഒരു ദിവസം അലസാൻകുട്ടിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഉറക്കം വരാത്ത ഒരു രാത്രിയില് ഹി ഗോസ് നിയർ ദ പോണ്ട്, കുളത്തിനടുത്തേക്ക് പോയി. ആൻഡ് ഹി വാസ് worried that all his little fish were happy in his presence in rain and sun. എപ്പോഴും അലസാൻകുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ ചെറിയ മീനുകൾ ഓടിയെത്താറുണ്ട്. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചെറിയ മീനുകൾ അലസാൻകുട്ടിയുടെ ഒരു സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ ഓടിയെത്താറുണ്ട്. പക്ഷേ at this time a little fish came. പക്ഷെ ഇപ്പോഴാണ് ഒരു മീനിനെയും കാണുന്നില്ല. പക്ഷെ ഒരു മീൻ അവിടെ വന്നു. at this time a small fish lifted his head. ഒരു ചെറിയ മീൻ അവിടെ തലപൊക്കി, വെള്ളത്തിൽ നിന്ന് തലപൊക്കി നോക്കി. തന്നെ കാണുമ്പോൾ ഓടി വരുന്ന മീനുകളൊന്നും വരുന്നില്ല. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോ ഒരു മീനിന്റെ തല അവിടെ കണ്ടു. ആൻഡ് at this time a small fish lifted his head and Alison was so happy. ഈ ഒരു കുഞ്ഞു മീനിന്റെ തല കണ്ടപ്പോഴേക്ക് അലസാൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തന്റെ സാന്നിധ്യം മഴയത്തായാലും വെയിലത്തായാലും താൻ വന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഓടിയെത്തുന്ന, സന്തോഷത്തോടു കൂടി ഓടിയെത്തുന്ന കുറെ കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ അവയൊന്നും കാണുന്നില്ല. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു കുഞ്ഞു മീനിന്റെ തലയോടെ കണ്ടത്. അങ്ങനെ അലസാൻകുട്ടി വളരെ സന്തോഷമായി. ബട്ട് സഡൻലി എ ബിഗ് ഫിഷ് കേം ആൻഡ് swallowed it. പക്ഷേ ആ ഒരു കുഞ്ഞു മീനിനെ കണ്ട സന്തോഷത്തിൽ അലസാൻകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു വലിയ മീൻ വായി തുറന്നു വന്നിട്ട് ഈ കുഞ്ഞു മീനിനെ പെട്ടെന്ന് തന്നെ വിഴുങ്ങുന്ന കാഴ്ചയാണ് അലസാൻകുട്ടിക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഹിയർ ദ ബിഗ് ഫിഷ് ഈസ് എ മെറ്റഫോർ ഫോർ ഗ്ലോബലൈസേഷൻ. ഇവിടെ ബിഗ് ഫിഷ് എന്നത്, ഈ വലിയ മീൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ മെറ്റഫോറിക്കൽ റെപ്രസെന്റേഷൻ, ഒരു മെറ്റഫർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെറ്റഫർ ഫോർ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് it makes business or trade in an easy way. It seems to be an easy way, ഒരു easy way ആണ്. and it broke all the boundaries of the countries. എല്ലാ രാജ്യങ്ങളുടെയും
അതിരുകൾ ലംഘിച്ചു എല്ലാ രാജ്യങ്ങളുടെയും ബിസിനസ് ഒന്നാക്കി എന്നൊക്കെ തോന്നും എങ്കിൽ തന്നെയും ഇത് ഡിസ്ട്രോയ്ഡ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ഈ സ്മോൾ സ്കെയിൽ ചെറുകിടക്കാരായിട്ടുള്ള കർഷകരെയും അതേപോലെ തന്നെ ചെറുകിട വ്യാപാരികളെയും ഒക്കെ നശിപ്പിച്ച ഒന്നായിരുന്നു ഈ ഒരു ഗ്ലോബലൈസേഷൻ. ആ ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു മെറ്റഫോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വലിയ മീൻ എന്ന് പറയുന്നത്. ഈ ചെറിയ മീനുകളെയൊക്കെ പിടിച്ചു തിന്ന ഈ വലിയ മീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് globalization. The most important changes of the late 20th century was the implementation of new economic policy, that is NEP. 20ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ NEP എന്ന പദ്ധതി നടപ്പാക്കിയത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. ഈ പദ്ധതി പ്രകാരമാണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അതേപോലെ തന്നെ ലിബറലൈസേഷൻ എന്നിവ നമ്മുടെ നാട്ടിലെത്തിയത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഗുഡ് കോൺട്രിബ്യൂഷൻസ് വിച്ച് ഹെൽപ്പ് സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം എളുപ്പമാക്കുന്നതിന് നടപ്പിലാക്കിയ പദ്ധതികളായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഗുഡ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് മീൻസ് സാധനങ്ങൾ, അതേപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഓഫ് ഈക്വാലിറ്റി. സമത്വം നൽകുന്ന ഒരു, അതായത് എല്ലാ രാജ്യങ്ങളിലെയും വ്യാപാരങ്ങൾക്ക് ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്ന വ്യാജേന തുടങ്ങിയതാണ് ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. പക്ഷേ but small scale industry and farmers were neglected and the advantages of open door policy always went to the rich and multinational corporations and acted as foundations for new imperialism. പക്ഷേ ഈ മൂന്ന് പ്രവൃത്തികൾ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നിവയുടെ ഭാഗമായിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും അതേപോലെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്, ചെറുകിട കർഷകരും അതേപോലെ തന്നെ ചെറുകിട വ്യാപാരികളും ഒഴിവാക്കപ്പെട്ടു. അവര് ഈ ട്രേഡിൽ നിന്ന് അല്ലെങ്കിൽ അവർ വ്യാപാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണം കിട്ടിയത് വൻകിട വ്യാപാരികൾക്കാണ്, അതേപോലെ സമ്പന്നരായ ആളുകൾക്കാണ്. അതോടൊപ്പം തന്നെ ഇത് ഒരു ന്യൂ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വത്തിന് വഴിതെളിച്ചു. And the small scale producers and farmers had to abandon their productivity in agriculture and industry due to the lack of subsidy or inability to compete with big traders. ഈ ചെറുകിട കർഷകരും അതേപോലെ ചെറുകിട വ്യാപാരികളും അവരുടെ അധ്വാനം ഉപേക്ഷിക്കുകയാണ് അവസാനം ചെയ്തത്. കാരണം അവർക്ക് സബ്സിഡി കിട്ടാനില്ല. അതോടൊപ്പം തന്നെ ഈ വൻകിട വ്യാപാരികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാതായതോടുകൂടി ഈ ചെറുകിട കർഷകർ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികൾ തങ്ങളുടെ ഉദ്യമം ഉപേക്ഷിച്ച് അവര് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ, അവർക്ക് ജോലിയൊന്നും ഇല്ലാതെ പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും സാധാരണ ചോദിക്കുന്നതാണ് ദ ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ഭാഗമാണ്, ഇത് പാരഗ്രാഫിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ ഭാഗമാണ് എഴുതേണ്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.